നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതായത് അനുമോളുടെ വിവാഹമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഇന്ന് നടന്നത്. ഭുവനേശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഭർത്താവ്. തമിഴ്നാട്ടുകാരനാണ്. ഭുവനേഷ് രാജേന്ദ്രൻ എന്നാണ് ആളുടെ പേര്, തമിഴ് നടൻ. അതേപോലെ തന്നെ ഇൻഫ്ലുവൻസർ, മോഡൽ, അങ്ങനെ കുറേ പേരുകൾ ആൾക്കുണ്ട്. ആളുടെ ചെറിയൊരു റീലും ഞാൻ സൈഡിലിട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഇദ്ദേഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. പക്ഷേ ഇന്നാണ് കൺഫർമേഷൻ ഓഫ് ദി ഡിലേസ്ട്രേഷൻ ഓഫ് ദി കണ്ടർസ്റ്റേഷൻ എന്ന് വേണ്ടെങ്കിൽ പറയാം. ഒരുപാട് ആളുകളെ ഒന്നും വിളിച്ചിട്ടില്ല. കുടുംബക്കാർ പോകുന്നു, കല്യാണം കഴിക്കുന്നത്, നൈസ് കല്യാണം എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ഇദ്ദേഹം തന്നെയാണ് അദ്ദേഹം എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇത് അനുമോൾ ഇന്ന് രാവിലെ വീഡിയോ കേട്ടോ. അയ്യോ, ഞാൻ ഭുവന്റെ അടുത്ത് പോകുമ്പോഴേ ഭുവൻ അനു ഓക്കെ ആണ്, വാ പോവാ, ഇതായിരിക്കും നോക്കിക്കോ ഇന്ന്. സത്യമായിട്ട് ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ നോക്കിട്ടേ അനു സൂപ്പർ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ. പറയില്ല, എന്തൊക്കെ കൊടുത്താലും നല്ല ഇരിക്ക, ലിപ്സ്റ്റിക് കൂടുതലുണ്ട്, വാ സാരല്ല, കുഴപ്പമില്ല, നിന്റെ ഇഷ്ടോ, വാ വാ വാ, ഇങ്ങനെ പറയുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയ്ക്ക് കൂളാണ് ആളെന്നാ പറയുന്നത്. പക്ഷെ ഒരുപാട് ആളുകൾ ഇടുന്ന ഒരു കമന്റ് ഉണ്ട് കേട്ടോ, അയാളും തമ്മിൽ ഒരു ചെറിയ രൂപസാദൃശ്യം ഇല്ലേ എന്നുള്ളത്. ഏയാളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാര്യം നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടാവുമല്ലോ. എനിക്കും തോന്നി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് എപ്പോഴും സാമ്യതകൾ ഏറെയായിരിക്കും എന്നുള്ളതാണ്. കുറ്റം പറയാൻ കഴിയില്ല, മനുഷ്യന്മാരല്ലേ, അത്രയേ ഉള്ളൂ. ഇനി ആ കല്യാണ വീഡിയോ ഒന്ന് കാണാം. എന്തായാലും നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയട്ടെ. വിവാഹ മംഗളാശംസകൾ അനുമോൾക്ക് നേരെയാണ്. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും വീഡിയോസ് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ചാനലിൽ. അതും കൂടെ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. എന്റെ കല്യാണമാണ് പുള്ളി അങ്ങനെ സർപ്രൈസ് ആയിട്ട് നിക്കത്തില്ല, പെട്ടെന്ന് ഒരുക്കി തന്നെ വിടുന്നേട്ടാ. ഹലോ, ദേ
എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാനൊരു ബ്രൈറ്റ് ടു ബിയുടെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ട്രഡീഷണൽ വീഡിയോ. അപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണും എന്താന്നുള്ളത്. അതെ, ഇന്നെന്റെ കല്യാണമാണ്. അതെ ഇന്നെന്റെ കല്യാണമാണ്. അതെ, എനിക്ക് എന്താ പറയണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. 5:15 കല്യാണം. അപ്പോൾ 5 മണിക്ക് മുന്നേ അവിടെ എത്തണം. അതിന് മുന്നേ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റൈലിസ്റ്റ് അമൃതയുണ്ട്, സിജന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ഞാൻ കുറെ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കല്യാണം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, എന്താ കുറച്ചുപേര് പറയുന്നു ശരിക്കും പറയാതെ ഇപ്പൊ പെട്ടെന്ന് പറയുന്നതാണ് ഒരു സർപ്രൈസ് എന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർ പറഞ്ഞു എന്താ പറയാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. മീഡിയക്കാരൊക്കെ ചോദിച്ചപ്പോ കല്യാണം ഇല്ല അടുത്ത വർഷമേ ഉള്ളൂ എന്നൊക്കെ എന്തിനാ കള്ളം പറഞ്ഞത്. ഒരു സർപ്രൈസ് ആയിരുന്നു. അത് മാത്രമല്ല പറയാൻ നമ്മുടെ ലൈഫിലൊരു വലിയൊരു ബിഗ് ഡേ ആണല്ലോ. അപ്പം അത് പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരുടെയും പറഞ്ഞ് നടക്കണം അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഇതൊരു എന്താ പറയുക സർപ്രൈസ് ആയിട്ട് വെക്കാന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരുടെയും എന്താ ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രമല്ല എല്ലാവരും എന്നോട് പറയാറുണ്ട് അനുമോളുടെ കല്യാണം എന്നാന്ന് ചോദിക്കാറുണ്ട്. അതെ, ഇന്നാണ് ആ ദിവസം. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരുടെ അനുഗ്രഹം തരാ അല്ലേ. അതെ അതെ അതെ. അപ്പം ഇന്ന് ഗുരുവായൂർ വെച്ച് കല്യാണമാണ്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഇപ്പൊ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ കുളിച്ച് വന്നിരുന്നിട്ടേ ഉള്ളൂ. അപ്പൊ മേക്കപ്പ് ചെയ്യാം. വളരെ നേരത്തെ എത്തിയത് കൊണ്ട് നമ്മൾ ലേറ്റ് ആയി പോയി. അതെ, മേക്കപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കറക്റ്റ് ടൈമിൽ എത്താൻ കഴിഞ്ഞില്ല എന്നൊരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവരിട്ട വീഡിയോ ആണ്. ആ വീഡിയോയിലാണ് ഇന്ന ആളാണ് എൻ്റെ ഭർത്താവ് എന്ന്, അല്ല ഭർത്താവ് കല്യാണം കഴിഞ്ഞു, എന്ന ആള് എന്ന് അവർ റിവീൽ ചെയ്യാണ്. ഇപ്പൊ രാവിലെ 7:30 ഈ സമയത്ത് സത്യത്തിൽ എൻ്റെ വീടിന്റെ മുകളിലെ ഓഫീസ് മുറിയാണല്ലോ, ഇതിന്റെ മുകളിൽ ഒരു മയില് വരും. ഒന്നല്ല, അവര് ഭാര്യ ഭർത്താക്കന്മാരാണ്, കാലങ്ങളായിട്ട് അവിഹിതമൊന്നുമില്ല കേട്ടോ, വരേണ്ട സമയമാണ്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും വിവാഹ മംഗള ആശംസകൾ നേരുന്നു. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരാളെ അറിയിക്കാതെ നടത്തിയ കല്യാണം ഉണ്ടല്ലോ, അതാണ് മാതൃകാപരമായിട്ടുള്ളത്. നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ മാത്രം അറിയിക്കുക. സോഷ്യൽ മീഡിയ ഇങ്ങനെ എരമ്പി വരുന്ന ആ പരിപാടിയില്ലേ, ആ വടിയും കുന്തും പിടിച്ചിരിക്കുന്നത്, അത് ഒഴിവാക്കിയതിൽ അനുമോൾക്ക് ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചുരുക്കണം, കല്യാണങ്ങളൊക്കെ ചുരുക്കണം. എന്തിനാണ് ആർഭാടങ്ങൾ? എന്തിനാണല്ലേ ജീവിതത്തിൽ പോരെ ആർഭാടം? കല്യാണത്തിന് ആർഭാടത്തിന്റെ ആവശ്യമില്ല എന്തായാലും. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപാട് സൈനിങ് ഓഫ്.